മലയാളത്തിലെ ഏറ്റവും മുതിർന്ന ടെക്നോക്രാറ്റ്, അതോടൊപ്പം തന്നെ ടെക്നോ പാർക്കിൻ്റെ ആദ്യ CEO ജി വിജയരാഘവൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ആദ്യം തന്നെ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ആ ഒരു തീരുമാനം അത് എത്രത്തോളം നമുക്ക് ആശങ്ക ഉണ്ടാക്കണം, പ്രത്യേകിച്ച് പുതിയതായിട്ട് ജോലി തേടുന്ന ആളുകൾക്കൊക്കെ? ഇത് ശരിക്കും ആശങ്ക വരേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നമുക്ക് നമ്മൾ പാസ്റ്റ് നോക്കുകയാണെങ്കിൽ എവറി ചാലഞ്ച് വി ഹാവ് ടേൺഡ് ഇൻ ടു എൻ ഓപ്പർച്യൂണിറ്റി. ആ രീതിയിൽ ഇതിൻ്റെ അകത്ത് നമുക്കിങ്ങനെ നേടാൻ പറ്റുമെന്നുള്ളത് കാണണം. പക്ഷേ ഇൻഡിവിജ്വൽസിന് ഇതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും. കാരണം ഈ 88 ലക്ഷം എന്ന് പറയുന്നത് വൺ ടൈം ഫീ അല്ല. ഓരോ വർഷവും 88 ലക്ഷം രൂപ H1B വിസയ്ക്ക് പേ ചെയ്യണമെന്നുള്ളതാണ്. ഈ ഒരു ഇതിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ഈ സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഫ്യൂച്ചറിനെ പറ്റിയുള്ള ഒരു ഇൻസ്റ്റബിലിറ്റി വരും. രണ്ട്, പുതിയതായിട്ട് വരുന്ന ആൾക്കാർ നേരത്തെ ഉള്ള പോലെ ഈസി ആയിരിക്കില്ല. കാരണം അത്രത്തോളം നല്ല കേപ്പബിലിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഈ അഡീഷണൽ ഫീ കമ്പനികൾ പേ ചെയ്യൂ. കാരണം അവരുടെ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടെയാണ്. മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് വേണമെങ്കിൽ AI-യും മെഷീൻ ലേണിംഗും എല്ലാം വന്നതോടുകൂടി ആ ഒരു സെക്ടറിൽ കുറേ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്. ആ ഇൻസ്റ്റെബിലിറ്റി കുറേ കൂടെ വഷളാക്കെന്ന് വേണമെങ്കിൽ പറയുന്നത്. ഇത് ഇപ്പോഴൊരു ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ ഒരു ഇതായിട്ട് പറയാം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യു ആർ നോട്ട് വെൽക്കം എന്നുള്ളൊരു മെസ്സേജ് പോകുന്നുണ്ട്. ആ യു ആർ നോട്ട് വെൽക്കം എന്നൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനവിടെ പോകണം? നമ്മൾ ചെയ്യാനുള്ളത് ഇതും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റി നമുക്ക് ഈ തൊഴിലവസരങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ സൃഷ്ടിക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ ജോലി സാധ്യത നമുക്കത് എത്രത്തോളം ബാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ടോട്ടൽ ജോലി ചെയ്യുന്ന ആളുകളുടെ നമ്പറും മറ്റൊക്കെ നോക്കുമ്പോൾ ഈ ഇമ്പാക്റ്റ് വരുന്നത് വളരെ ഹൈ സാലറീഡ് ആൾക്കാർ, അതായത് $300,000 $400,000 പെർ ഇയർ ശമ്പളം മേടിക്കുന്ന ആൾക്കാർ ഇമ്പാക്റ്റ് വരില്ല. കാരണം അവർക്കൊരു 100,000 അഡീഷണൽ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഒരു 20% 25% ആണ് എക്സ്ട്രാ പേ ചെയ്യേണ്ടത്. പക്ഷേ 70,000 80,000 $1 ലക്ഷം ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഈ തുക വരുമ്പോൾ ഇരട്ടിയിൽ കൂടുതൽ കോസ്റ്റ് വരുന്നു. ഇന്ത്യൻ കമ്പനികളെ അത് ബാധിക്കില്ലേ? ഇന്ത്യൻ കമ്പനികളെ ബാധിക്കും. കാരണം പക്ഷേ ആ ഇന്ത്യൻ കമ്പനികൾ അമേരിക്കയിലുള്ള ഇന്ത്യൻ കമ്പനികളാണെങ്കിൽ അവരെയും ബാധിക്കും. ഇന്ത്യയിൽ നിന്നും അമേരിക്കൻ കമ്പനികൾക്ക് ബിസിനസ് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനികളെയും ബാധിക്കും. H1 വിസയുടെ ഇതെന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയാണ് ഒരു വ്യക്തിയെ H1Bക്ക് സ്പോൺസർ ചെയ്യുന്നത്. അതിൽ വേറൊരു ഇതുള്ളത്, ചില കൺസൾട്ടിങ് കമ്പനീസ്, കൺസൾട്ടിങ് എന്ന് പറഞ്ഞാൽ ബോഡി ഷോപ്പിംഗ്, അങ്ങനെയുള്ള കമ്പനിയിൽ ഈ തുക അവർ ആൾക്കാരുടെ നിന്ന് വാങ്ങും. പക്ഷേ ആ തുകയും കൊടുത്തിട്ട് അങ്ങനത്തെ കൺസൾട്ടിങ്ങിന് പോകാൻ ഡിഫിക്കൽട്ടായിരിക്കും. അത് ബുദ്ധിമുട്ടുകളിലേക്ക് മാറും. ഇതിലിപ്പോൾ ഇന്ത്യൻ ആംഗിളിൽ നോക്കിയാൽ നമുക്ക് എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? ഇതിന് നമുക്ക് ശരി ഗവൺമെൻറ് ലെവലിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൽ ചെയ്യാനുള്ളത്, നമുക്കിവിടെ ആ അമേരിക്കയിൽ ആൾക്കാരെ എംപ്ലോയ് ചെയ്യാതെ വരുന്ന, ഇത് കാരണം എംപ്ലോയ് ചെയ്യാതെ വരുന്ന ആ തൊഴിലവസരങ്ങൾ ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ നോക്കുക. ഇപ്പോൾ ഒരു വർഷത്തേക്കാണ് ചാർജെങ്കിൽ പോലും ഒരുപക്ഷെ ഈ വിസ പുതുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇപ്പം നിലവിലുള്ള ആളുകൾക്കും ഇത് ബാധകമായിട്ട് വരില്ലേ? വരും. ഇപ്പോഴത്തെ പുതിയ H1B അതായത് അല്ലെങ്കിൽ H1B റിന്യൂ ചെയ്യേണ്ട സമയത്ത് ഇത് ബാധകമാകും. ആ രാജ്യത്തുള്ളവർക്ക് മാത്രം ജോലി കൊടുക്കുക, ബാക്കിയുള്ളവരെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു തോട്ട് പ്രോസസ്സാണ് നമ്മൾ പലയിടത്തും കാണുന്നത്. അത് മറികടക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, മേക്ക് കേരള എ ഗ്രേറ്റ് പ്ലേസ് ടു ലിവ് ഇൻ ആൻഡ് വർക്ക് ഫ്രം. അതായത് ഇവിടെ വന്ന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ആൾക്കാരെ എൻകറേജ് ചെയ്യുക. ഇതാണ് ഇതിന്റെ പരിഹാരം. നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. അപ്പോൾ മാത്രമേ ഒരു സ്ഥിരത, തൊഴിൽ സ്ഥിരതയൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.